ഇടുക്കി തൊടുപുഴ ഈസ്റ്റ് കലൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി. പയ്യാവ് ഭാഗത്താണ് ആനകൾ എത്തിയത്. പുഴ കടന്നാണ് കാട്ടാനകൾ എത്തിയത്. രാഹുൽ വിജയൻ വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. രാഹുൽ, കാട്ടാനകൾ ഇപ്പോൾ എവിടെയാണ്? ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഹാഷ്മി, ഈ ആനകൾ ഇപ്പോൾ ജനവാസ മേഖലയിൽ നിന്ന് ഒരു അല്പം മാറിയിട്ടുണ്ട്. എന്തായാലും കാട്ടിലോട്ട് കയറിയിട്ടില്ല. എങ്ങോട്ടേക്കാണ് മാറിയെന്നുള്ളത് വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്. ഇത് എറണാകുളം ജില്ലയിലെ പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ പെടുന്ന ഈസ്റ്റ് കരൂരും അതുപോലെ തന്നെ കടവൂർ ഭാഗത്തുമാണ് ഈ കാട്ടാനകൾ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. കാരണം ഇത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന, അതായത് തൊടുപുഴ നഗരത്തോട് അടുത്ത് കിടക്കുന്ന ഏകദേശം ഒരു 8 കിലോമീറ്റർ കൂടുതൽ ദൂരം ഇങ്ങോട്ടേക്കില്ല. അത് അത്രയും ജനവാസ മേഖലയായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ആനകൾ ഒരു കാരണവശാലും കാട്ടാനകൾ എത്താൻ സാധ്യതയില്ല എന്ന ആളുകൾ കരുതിക്കൊണ്ടിരുന്ന വനമേഖല തൊട്ടടുത്ത് പോലും ഇല്ലാത്ത പ്രദേശത്ത് ഇന്നിപ്പോൾ എന്തായാലും കാട്ടാനകൾ എത്തിയിരിക്കുന്നു. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ ആനകൾ എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. വീട്ടുമുറ്റത്തു വരെ ആനകൾ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളുണ്ട്. പിന്നീട് രാവിലെ പുലർച്ചയോടുകൂടിയാണ് ആളുകൾ ഈ ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയ വിവരം അറിയുന്നത്. ആളുകൾ കണ്ട ഉടൻ തന്നെ വനംവകുപ്പിന് വിവരം അറിയിച്ചു, പോലീസിനെ വിവരം അറിയിച്ചു. അവരെത്തി വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തു. നിലവിൽ ആനയെ തുരത്തിയിട്ടുണ്ട്. പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ ശബ്ദമുണ്ടാക്കിയുമൊക്കെയാണ് ആനയെ തുരത്തിയിരിക്കുന്നത്. കലൂർ പുഴ കടന്ന് ആന എത്തിയതാകാം എന്നുള്ളതാണ് കരുതുന്നത്. അതിന്റെ ഒരു ദൃശ്യം വരികയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ മുള്ളരിങ്ങാട് ഭാഗത്തൊക്കെ കാട്ടാനകൾ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പക്ഷേ അപ്പോഴും ഈ കലൂർഗാട് ഭാഗത്തേക്ക് ഈ കടവൂർ ഭാഗത്തേക്കൊക്കെ ആനകൾ വരും എന്ന് കരുതിയിരുന്നില്ല. ഇതിപ്പോൾ അങ്ങോട്ടേക്കും എത്തിയിരിക്കുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധം നാട്ടുകാർക്ക് അതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. കാരണം ഒരു തരത്തിലും ആനകൾ ഈ മൂന്നാർ ഭാഗത്തൊക്കെ ആനകൾ ഇറങ്ങുന്നത് കുറെ നാളുകളായിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും ആനകൾ വരാൻ സാധ്യതയില്ലാത്ത ഇടത്ത് ഇത്തരത്തിൽ കാട്ടാനകൾ, അതിന് 2 കൊമ്പനാനകളാണ് വരികയും ആശങ്കയുണ്ടാക്കുകയും ചെയ്യുമ്പോൾ നാട്ടുകാരുടെ പ്രതികരണം, അത് അവരുടെ പ്രതിഷേധം, അത് സ്വാഭാവികമാണ്. അതവിടെ ഉണ്ട് താനും. ഹാഷ്മി. ഓക്കെ, രാഹുൽ വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പുഴ കടന്നാണ് കാട്ടാനകൾ എത്തിയത്. കാട്ടാനകൾ ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ ഉണ്ട്. പക്ഷേ ജനവാസ മേഖലയിൽ കുറച്ച് അകലേക്ക് മാറിപ്പോവുകയും ചെയ്തു. കാട് കയറിയിട്ടില്ല.